ഇതൊരു കൊടും കുറ്റവാളിയെ പിടികൂടുന്ന ദൃശ്യമല്ല. സ്വന്തം മണ്ണും ജീവിതവും സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയ ഒരു പാവം ആദിവാസി സ്ത്രീയെ പോലീസ് ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ജൽ ജംഗൽ ജമീൻ അഥവാ ജലവും കാടും ഭൂമിയും തങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞതിനാണ് ഈ അമ്മയ്ക്ക് ഈ ക്രൂരമായ നടപടി നേരിടേണ്ടി വന്നത്. ഇന്ത്യയിലെ ആദ്യ നദീ സംയോജന പദ്ധതിയായ കെൻ ബത്തുവ പദ്ധതിയുടെ പേരിൽ കിടപ്പാടം നഷ്ടപ്പെടുന്ന സാധാരണക്കാരുടെ നിലവിളിക്കു നേരെ അക്ഷരാർത്ഥത്തിൽ ഭരണകൂടം ഇപ്പോൾ കണ്ണടയ്ക്കുകയാണ്. നദിയിൽ ഇറങ്ങി നിന്ന് ജൽ സത്യാഗ്രഹവും പിന്നാലെ ചിതയ്ക്കരികിൽ കിടന്നുകൊണ്ടുള്ള ചിതാ ആന്തോളനം, പ്രതീകാത്മകമായ തൂക്കുമര സമരവുമെല്ലാം നടന്നിട്ടും സർക്കാരും ഭരണകൂട സംവിധാനങ്ങളും ഇതുവരെയും അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഗണിച്ചിട്ടില്ല. മധ്യപ്രദേശിലെ പന്ന, ഛത്തർപൂർ ജില്ലകളിലെ ആദിവാസികളും കർഷകരുമാണ് ഈ സമരം നടത്തുന്നത്. കെൻ ബത്തുവ നദീ സംയോജന പദ്ധതി കാരണം വീടും കൃഷിസ്ഥലവും നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് നീതിയുക്തമായ നഷ്ടപരിഹാരവും സുരക്ഷിതമായ പുനരധിവാസവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സമരം നടത്തുന്നത്. നഷ്ടപരിഹാര തുകയിലും പുനരധിവാസത്തിലും വലിയ തോതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അർഹതയില്ലാത്ത പലർക്കും പണം ലഭിച്ചപ്പോൾ യഥാർത്ഥ ഗുണഭോക്താക്കൾ പുറത്തായെന്നും ചൂണ്ടിക്കാട്ടിയാണ് അവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബന്ദൽഖട്ട് മേഖലയിലെ വരൾച്ച മാറ്റാനെന്ന പേരിൽ നടപ്പാക്കുന്ന ഈ കെൻ ബത്തുവ പദ്ധതി മൂലം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കാടും വീടുമാണ് കേട്ടോ ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത്. ഇതെല്ലാം അവർ തലമുറകളായി അനുഭവിച്ചും സംരക്ഷിച്ചും വന്നതുകൂടിയാണ്. പന്ന കടുവ സങ്കേതത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന ഈ പദ്ധതി പ്രകൃതിക്ക് വരുത്തുന്ന നാശവും ചെറുതൊന്നുമല്ല കേട്ടോ. കടുവകളും കഴുകന്മാരും ഉൾപ്പെടെയുള്ള അപൂർവ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ പദ്ധതി ഇപ്പോൾ തകർത്തെറിയാൻ പോകുന്നത്. വനത്തെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന ആദിവാസികൾക്ക് വെറും പണം മാത്രം നൽകി ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഒട്ടും ലോജിക്കല്ല. അർഹമായ ഭൂമിയും കിടപ്പാടവും അനിവാര്യമായും അവർക്ക് നൽകിയേ മതിയാകൂ. 7100 കുടുംബങ്ങളെ പദ്ധതി നേരിട്ട് ബാധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 10,000-ലധികം കുടുംബങ്ങൾ പദ്ധതി മൂലമുള്ള ദുരിതം പേറേണ്ടി വരുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. കടുത്ത ജനരോക്ഷത്തെ തുടർന്ന് പദ്ധതി ബാധിക്കുന്നവരുടെ കണക്കെടുപ്പ് വീണ്ടും നടത്താമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം കൃത്യമായി നടക്കുമെന്ന് നാം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വലിയ വികസന പദ്ധതികൾ വരുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന പ്രവണത രാജ്യത്ത് ഇന്ന് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് സമൂഹത്തിലെ പിന്നോക്കക്കാരായ ആദിവാസികളും ദളിതരും സമരം ചെയ്യുന്ന ഘട്ടത്തിൽ. കാരണം ഈ വികസന പദ്ധതികളുടെ എല്ലാം യഥാർത്ഥ ഇരകൾ അവരാണ്. കുറ്റവാളിയെ പോലെ വലിച്ചിഴക്കപ്പെട്ട ആ ആദിവാസി അമ്മയുണ്ടല്ലോ, അവരുടെ കണ്ണുനീരിന് എന്തു മറുപടിയാണ് ഈ ഭരണകൂടത്തിന് നൽകാനുള്ളത്? പരിസ്ഥിതിയെയും പാവപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള ഈ വികസന മാതൃകകൾ എത്രത്തോളം നീതിയുക്തമാണ്? ചോദ്യങ്ങൾ അങ്ങനെ ഒരുപാട് ബാക്കിയാണ്. അവസാനത്തെ മനുഷ്യന് നീതി ലഭിക്കുന്നത് വരെ നാം ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം.